ചേച്ചിയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു. അതിന് മുമ്പും ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. ഒരു പാട്ട് പാടുവോ? ഇല്ല. എന്തോ ചേച്ചി ഒരു മൂളിപ്പാട്ടെങ്കിലും പാടും? ഇല്ല, ഇപ്പൊ എനിക്ക് പാടാൻ പറ്റില്ല. കുറെ വർഷങ്ങളായിട്ട് പാടുന്ന ടാലന്റ് ഒക്കെ അങ്ങ് പോയി. ഒരു വരിയെങ്കിലും പാടി ചേച്ചി. ഭക്ഷണം എന്താ? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ഒരു വരി പാട്ടൊന്നും ഞാൻ പാടില്ല. ഒരു പാട്ട് ഇല്ല, പ്ലീസ്. പണ്ടത്തെ പോലെ സാന്നൊന്നും പാടരുത്, വൃത്തിയുള്ള പാട്ട് പാടണം പ്ലീസ്. ഒരു മൂളിപ്പാട്ട് പാടി ചേച്ചി ഒരെണ്ണം. എനിക്ക് പാട്ട് ഒരു വരി. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. കേൾക്കാറില്ല ഇത്? എന്ത് മനുഷ്യസ്ത്രീ, ഇത് ഡബിങ് മാത്രമേ നോക്കാറില്ല. ദുഷ്ടത്തെ പാട്ട് പാടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, മണിച്ചിത്രത്തിലെ ഗംഗ. അതും പറ്റൂല ഇതും പറ്റൂല. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അതൊന്നും ഞാൻ പറയില്ല. പിന്നെ അത് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു ചപ്പാത്തി കഴിക്കേ, ഡയറ്റ് വേണമെങ്കിൽ കഴിക്കാം. ആദ്യം നീ വെച്ചത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ബാക്കിലേക്ക് പോയി, നീ ബസിന്റെ ബാക്കിലേക്ക് സദ്യ അടക്കണ്ട. ഞാൻ എന്റെ പ്രേക്ഷകർക്കൊക്കെ മൊത്തം അറിയണ്ടേ ചേച്ചിയുടെ. ഞാൻ ചേച്ചി കഴിച്ചിട്ട് എന്നെ നോക്കണ്ട. ഇതിന്റെ പേരെന്താ? ചില്ലി ഫിഷ് ആണോ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. സമാധാനായി കണ്ടോ? ചേച്ചി ഉള്ള കാര്യം ഉള്ള പോലെ പറയും കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിലായില്ലേ. ശരിക്കും എന്റെ മോൻ ചേച്ചി തിന്നുവല്ലായിരുന്നു മീനെ. അസലായിട്ടുണ്ട്. ഞാൻ ഒരുവിധം പെട്ട ഭക്ഷണം ഒന്നും അത്ര പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ആളാണ്. കറക്റ്റ് ആണ്. കാരണം എനിക്ക് അറിഞ്ഞുകൂടാത്തതുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.